പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഏതൊക്കെ തരത്തിലാണ് ഈ ചൂഷണം നടത്തിയിരിക്കുന്നത്, ആർക്കൊക്കെ ഇങ്ങനെ പണം അയച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. രാഹുലിന്റെ സുഹൃത്തായ ഫെനി നൈനാന്റെ അക്കൌണ്ടിലേക്ക് പണം കൈമാറിയിട്ടുണ്ടെന്ന് യുവതി അന്വേഷണ സംഘത്തിന് നൽകിയ പരാതിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ എത്ര രൂപ ഈ ഫെനിന്റെ അക്കൌണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, എപ്പോഴൊക്കെയാണ് ഈ പണം അയച്ചു കൊടുത്തിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വ്യക്തത വരാനുണ്ട്. മാത്രമല്ല ഈ പരാതിയിൽ മറ്റൊരു കാര്യം, വിലപിടിപ്പുള്ള വസ്തുക്കൾ, വാച്ചുകൾ, വസ്ത്രങ്ങൾ അടക്കം വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങി നൽകണമെന്ന് ആവശ്യപ്പെടുകയും അത് പലപ്പോഴായി രാഹുലിന് വാങ്ങി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് കൂടി യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. അതായത് ഒരു 2.5 വർഷത്തോളം നീണ്ട ബന്ധമാണ് ഇത് എന്നതാണ് ഈ പരാതിയിൽ എടുത്തു പറയുന്ന കാര്യം. 2.5 വർഷത്തിനൊടുവിലാണ് ഇതൊരു ചതിയായിരുന്നുവെന്ന് താൻ തിരിച്ചറിയുന്നത് എന്നാണ് യുവതി പറയുന്നത്. അതായത് രാഹുലിനൊപ്പം ഒരു പുതിയ ജീവിതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ബന്ധത്തിൽ തുടർന്നത്. പക്ഷേ 2.5 വർഷത്തിനിപ്പുറം ആദ്യമായി രാഹുലിനെതിരെ പരാതി ഉയരുന്ന സമയത്ത് ഇതിൽ സംശയം പ്രകടിപ്പിച്ച് രാഹുലിനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തനിക്കെതിരെ രാഷ്ട്രീയമായ ഗൂഢാലോചന നടക്കുകയാണ്, അതിന്റെ തെളിവുകൾ തന്നെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് യുവതിയെ വിശ്വാസത്തിലെടുക്കാനുള്ള നീക്കമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കൃത്യമായ തെളിവുകൾ പുറത്തു വന്ന് തുടങ്ങിയതോടെ താൻ രാഹുലിനെ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ നേരിട്ട് കാണാനായി ശ്രമിച്ചപ്പോൾ രാഹുൽ ഒഴിഞ്ഞുമാറി. രാഹുലിന്റെ സുഹൃത്തുക്കളെ ബന്ധപ്പെട്ടപ്പോൾ അവരും രാഹുലിലേക്ക് കണക്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കി. അങ്ങനെയാണ് ഇതിലെ ചതി താൻ തിരിച്ചറിഞ്ഞത്. അങ്ങനെ രാഹുലിനോട് താൻ മുമ്പോട്ട് പോകും എന്ന തരത്തിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം പിന്നീടുണ്ടായപ്പോൾ എങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും കാണിച്ചു തരാമെന്ന ഭീഷണിയാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ കുടുംബം ഇല്ലാതാക്കും എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ തനിക്ക് ലഭിച്ചുവെന്നും യുവതി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് തന്റെ സ്വാധീനം, സൈബറിടങ്ങളിലുള്ള സ്വാധീനം, അത് കേരളം നേരത്തെ കണ്ടിട്ടുള്ളതാണ്. പരാതി ഉന്നയിക്കുന്നവരെയും നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുകയും ചെയ്തവരെയും തനിക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്തവരുമൊക്കെ വലിയ തരത്തിൽ സൈബറിടങ്ങളിൽ തീരുമാനമാണ്. അല്ലാതെ പാർട്ടിക്ക് അയാളുടെ പേർക്ക് ഞാൻ ചോട്ടെ പുറത്താക്കിയാൽ ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഞാൻ അയാളെ കുറിച്ചിട്ട്? അയാൾ ഞങ്ങളുടെ പാർട്ടിയിലല്ല, അല്ല ഇപ്പൊ ആയിരുന്നു. പക്ഷെ അയാളെ പാർട്ടി സസ്പെൻഡ് ചെയ്തു, പാർട്ടി ഡിസ്മിസ് ചെയ്തു. ഇനി ഡിസ്മിസ് ചെയ്തു പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങളുടെ ബന്ധം എല്ലാം കഴിഞ്ഞു എന്നതിന്റെ അർത്ഥം. ഇനി അയാളുടെ പേരിൽ ഞങ്ങൾ നിയന്ത്രണമില്ല. ഞങ്ങളുടെ പേരിൽ അയാൾ സ്വയം തീരുമാനിക്കട്ടെ. കോൺഗ്രസ് വിജയിപ്പിച്ച് അയച്ച ഒരു ആളാണ്, ഉൾപ്പെടെ വിശ്വസിച്ച് ഒരുപാട് ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരാളാണ്. അദ്ദേഹം MLA ആയിട്ട് ഇപ്പോഴും തുടരുകയാണ്. സീരിയസ് ആയിട്ടുള്ള ഓഫൻസാണ് അദ്ദേഹത്തിനെതിരെ. ഇനി അദ്ദേഹം രാജിവെക്കണത് പാർട്ടിക്ക് അങ്ങോട്ട് പറയാൻ കഴിയില്ലല്ലോ. അയാൾ ചെയ്യുന്നില്ല, അയാൾ സ്വയം ചെയ്യാന്ന് മാത്രം. കോൺഗ്രസിന് വോട്ട് ചെയ്യുക, കോൺഗ്രസിന് ധാർമ്മികത അല്ല. കോൺഗ്രസ് ഇങ്ങനെ ഒരു ചെറിയൊരു സൂചന കിട്ടാത്ത മുമ്പ് ഡിസ്മിസ് ചെയ്തൊരു പാർട്ടി അതുപോലെയാണോ മറ്റു പാർട്ടി വോട്ട് പറയുന്നില്ല? വോട്ട് ചെയ്ത ജനങ്ങളോട് കോൺഗ്രസിന് ഒരു പ്രതിബദ്ധത അത് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഡിസ്മിസ് ചെയ്തത്. അത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പാർട്ടിക്കാരോട് ഉള്ള ഒരു മറുപടി. പാർട്ടിക്കാർ ജനങ്ങളോട് തന്നെയുള്ള മറുപടി തന്നെയാണ് അത്. ഇങ്ങനെ ഒരു ആരോപണം കിട്ടിയപ്പോ ഞാനൊരു കാര്യം ചെയ്ത, ഇദ്ദേഹത്തിനെ ഇപ്പോഴാക്കിയാൽ നിങ്ങൾ ഓടി വന്നത്. ഇതിനേക്കാൾ ആരോപണം ഉള്ളവർ അപ്പുറം നിൽക്കുമ്പോൾ അങ്ങോട്ടൊരു മറുചോദ്യം ചോദിച്ചൂടെ? ഒരു കാര്യം ചെയ്യേ, ഞങ്ങള് ഒരു MLA ജയിപ്പിച്ചു എന്നുള്ള പേരിൽ തന്നെ അദ്ദേഹത്തിനെ ഡിസ്മിസ് ചെയ്തു പറഞ്ഞാൽ എന്റെ അർത്ഥം ഇനി ഇല്ലാന്ന്, ബന്ധം പോയി എന്നെ അർത്ഥം. ഇനി അദ്ദേഹത്തിന്റെ പേരിലില്ല. ഇത് മറ്റു പാർട്ടികൾ എത്രയുണ്ടല്ലോ ഇവിടെ, ഇതിനേക്കാൾ നേരിട്ടുള്ള ആരോപണമുള്ളവരുണ്ടല്ലോ. അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കൂ. ഇവിടെ ഞങ്ങൾ കറക്റ്റായി ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് പറയാൻ അവകാശം കഴിഞ്ഞു. പോരെ? രാഹുൽ എന്തോ ചെയ്തോട്ടെ എന്നല്ല. അല്ലല്ല, അദ്ദേഹം സ്വയം ചെയ്യേണ്ടതാണ്, ഞങ്ങൾ ചെയ്യേണ്ടതല്ല. ഓക്കെ. PCC പ്രസിഡന്റ് A. തങ്കപ്പന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ കേട്ട പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അവർ പറയുന്നത് പാർട്ടിയുമായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നാണ്. അപ്പോഴും രാഹുൽ MLA ആയി തുടരുകയാണ്. ഇപ്പോൾ മൂന്നാമത് സകല തെളിവോടും കൂടി ഒരു പരാതി കൂടി മുൻപോട്ട് വരുമ്പോൾ, പരാതിക്കാരി രംഗത്ത് വരുമ്പോൾ രാഹുൽ സ്ഥാനമൊഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി വരില്ലേ? ഒരുപക്ഷെ ഗൗരവമായ തരത്തിലേക്ക് ഈ കേസുകൾ മാറുന്നു എന്ന് വേണം കരുതാൻ. കാരണം ആദ്യ 2 കേസുകളിൽ അറസ്റ്റ് നടക്കാതിരിക്കുകയും അത് അറസ്റ്റ് തടയുകയും ഹൈക്കോടതിയിൽ വലിയ തരത്തിൽ വാദമുഖങ്ങളൊക്കെ ഉയരാനിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ ഒരു ആശ്വാസത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ 3ാമത്തെ കേസ് ഉയർന്നു വരുന്നത്. അതിൽ തന്നെ രാഹുലിന് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഒരു സൂചനകളും, ഇത് ഏത് കേസിലാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യം കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് സംഘം വീട്ടിലെത്തിയപ്പോൾ മാത്രമാണ് രാഹുൽ, അല്ലെങ്കിൽ ഫ്ളാറ്റിലെത്തിയപ്പോൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയുന്നത്. അവിടെ വെച്ച് ഡിഫെൻഡ് ചെയ്യാനുള്ള നീക്കമൊക്കെ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും അത് അങ്ങനെ പ്രതിരോധിക്കാൻ
ശ്രമിച്ചിട്ട് കാര്യമില്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഉദ്യോഗസ്ഥർ നിർബന്ധപൂർവ്വം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ അന്വേഷണ സംഘത്തോട് സഹകരിച്ചത് എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. കാരണം ഏത് കേസുമായി ബന്ധപ്പെട്ട്, അതായത് ആദ്യത്തെ 2 പരാതികൾ മാത്രമേ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലുള്ളൂ. ആ 2 പരാതികളിൽ ഒരു പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ലഭിക്കുന്നു. മറ്റൊരു പരാതിയിൽ ഹൈക്കോടതിയിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നിലനിൽക്കുന്നു. ഇങ്ങനെ 2 പരാതികളെ രാഹുലിന്റെ അറിവിലും തനിക്കെതിരെ വന്നതായി അറിയുള്ളൂ. അതിനിടയിൽ അർദ്ധരാത്രിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ, വനിതാ പോലീസുകാരടങ്ങുന്ന സംഘം ഫ്ളാറ്റിലേക്ക് എത്തുന്നു. പെട്ടെന്ന് ഡോറിൽ മുട്ടി വിളിച്ച് രാഹുലിനെ കസ്റ്റഡി എടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി രാഹുലിന് സംശയം വരും. കാരണം കോടതി അറസ്റ്റ് തടഞ്ഞ ഒരു കേസിൽ എങ്ങനെ തന്നെ അറസ്റ്റ് ചെയ്യാനാകും? അപ്പോഴാണ് അന്വേഷണ സംഘത്തിന് കുറച്ച് കാര്യങ്ങളെങ്കിലും വിശദീകരിക്കേണ്ടി വന്നത്. വഴങ്ങിയേ കഴിയൂ. കാരണം കൃത്യമായ തെളിവുകളുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത്. കാരണം ഈ ഷൊർണൂർ ഡിവൈഎസ്പി അല്ല ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തെ AG ജി പൂങ്കുഴലിയാണ്. അവരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം. പാലക്കാട് SP-യുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം, അതായത് വളരെ കുറച്ച് ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിയാവുന്ന ഒരു ഓപ്പറേഷനാണ് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ്. ഒരാഴ്ചയ്ക്ക് അകത്തെ കൃത്യമായ നടപടിക്രമങ്ങൾക്കൊടുവിലാണ് ഇന്നലെ രാഹുലിനെ കസ്റ്റഡി എടുക്കേണ്ട തീരുമാനത്തിലേക്ക് പോലീസ് വൃത്തങ്ങൾ എത്തുന്നത്. അങ്ങനെ വളരെ കുറച്ച് ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിയാവുന്ന ഒരു നീക്കം ഈ ഫ്ളാറ്റിലേക്ക് എത്തുമ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ഉദ്യോഗസ്ഥരെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും പിന്നീട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ വഴങ്ങുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരും എന്ന തരത്തിലുള്ള ഭീഷണിയുടെ സ്വരം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നുവെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണ് രാഹുലിനെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പത്തനംതിട്ടയിലേക്ക് എത്തിക്കുന്നത്. പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിക്കുന്ന നടപടികൾ പിന്നീട് ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേക്കുമെന്നുള്ള സൂചന ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ തന്നെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് ഹാജരാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന സൂചനകൾ. അതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നിരിക്കുന്ന 3 പരാതികൾ, ആ പരാതികളിലൊക്കെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഉള്ള സമാനതകൾ, അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി വരില്ലേ? എല്ലാ കേസുകളുടെയും അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ഒരു അന്വേഷണ സംഘം തന്നെയാണ്. ആ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്നത് ജി പൂങ്കുഴലിയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 പരാതികളും സമാന സ്വഭാവമുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അവർ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയാണ് ഇനി രാഹുലിന് ഒരു പഴുത് കൊടുക്കരുത്, രക്ഷപ്പെടാനോ ഒളിവിൽ പോകാനുള്ള പഴുത് കൊടുക്കരുത് എന്നൊരു കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുകയും അതീവ രഹസ്യമായി ഈ നീക്കങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രാഹുൽ കസ്റ്റഡിയിലാകുന്ന സാഹചര്യം പാലക്കാട് നിന്ന് ഉണ്ടായിരിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മുൻപൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചതുപോലെ തന്നെ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു ഈ യുവതിയുമായി ഉണ്ടായിരുന്നത് എന്നൊരു മൊഴി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി അന്വേഷണ സംഘത്തിന്റെ മുൻപോട്ടുള്ള നീക്കം എങ്ങനെയായിരിക്കും? അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അതായത് മറ്റ് വിശദാംശങ്ങളൊക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ തെളിവുകളായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി രാഹുലിന് മാറുകയെന്നാണ് സൂചന. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. അതായത് ഈ യുവതിയെ ഭീഷണിപ്പെടുത്തിയതിന്റെ അടക്കമുള്ള കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് അവർ കൈമാറിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതായത് വിവാഹം കഴിക്കാമെന്ന ഉറപ്പ് നൽകി, അങ്ങനെ ഉറപ്പ് നൽകി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ പത്തനംതിട്ടയിലുള്ള ഒരു ഹോട്ടലിലേക്ക് നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിന് എത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. സ്വന്തം പേരിൽ മുറിയെടുക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ മുറിയെടുത്ത് കാത്തിരിക്കുന്നു. രാഹുൽ ആ മുറിയിലേക്ക് വരികയും ഒന്നും സംസാരിക്കാതെ തനിക്ക് നേരെ കടന്നാക്രമണം നടത്തുകയും ചെയ്തുവെന്നാണ് ഈ പരാതിയിൽ പ്രധാനമായി പരാമർശിച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വാദമുഖങ്ങൾ കൃത്യമായി ഖണ്ഡിക്കുന്നതിനുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് യുവതി കൈമാറിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ കൈമാറാനുണ്ട് എന്നുള്ള കാര്യം അവർ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഈ ഡിജിറ്റൽ തെളിവുകളടക്കം അവർ കൈമാറിയേക്കും. ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത് രാഹുലിനോട് DNA പരിശോധനയുടെ ഭാഗമായി രാഹുലിന്റെ രക്തസാമ്പിളുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഇമെയിൽ സന്ദേശം ഒരു ഏജൻസി അയച്ചിട്ടുണ്ട് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഇമെയിൽ സന്ദേശത്തിന് രാഹുൽ മറുപടി നൽകിയില്ല എന്നും പറയുന്നു. അത് എപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത്? ഇത്തരം ഈ കാര്യങ്ങളൊക്കെ ഈ DNA പരിശോധനയ്ക്ക് സാമ്പിൾ ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുലിന്റെ ഇമെയിൽ സന്ദേശത്തിന് ഒരു ഏജൻസി കൈമാറിയത് എപ്പോഴാണ്? ഇതടക്കമുള്ള കാര്യങ്ങൾ, ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധനകൾ ഒരുപക്ഷെ നടന്നേക്കും. എന്തായാലും
കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. അതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ കടുത്ത ഒരു നീക്കത്തിലേക്ക് കടന്നതെന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട പരമാവധി തെളിവുകൾ ആദ്യഘട്ടത്തിൽ തന്നെ ശേഖരിച്ചതിന് ശേഷമാണ്, കാരണം ഒരു MLA ആണ് അറസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു പശ്ചാത്തലം. അവിടെ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന തെളിവുകൾ രാഹുലിന്റെ കൈവശം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരികയും ഈ അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്താൽ അത് സർക്കാരിന് വലിയ തരത്തിൽ പ്രതിക്കൂട്ടിലാകുന്ന ഒരു നടപടിയായി മാറും. അങ്ങനെ ഒരു കേസിലാണ് വളരെ ജാഗ്രതയോടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരമാവധി വിവരശേഖരണം നടത്തിയതിനു ശേഷം ഒരു നിർണായകമായ നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. എന്തായാലും സുപ്രധാനമായ ഒരു നീക്കം വളരെ രഹസ്യമായി അന്വേഷണ സംഘം നടപ്പിലാക്കുകയായിരുന്നു. ചുരുക്കം ചില ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുലുമായി ഈ കേസിന്റെ അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് ബന്ധമുണ്ടെന്നുള്ള ആക്ഷേപം പോലീസിൽ തന്നെ നേരത്തെ ഉയർന്നതാണ്. രാഹുൽ ഒളിവിൽ കഴിയുന്നത് കൃത്യമായി ഇവർക്ക് കൂടി അറിയാവുന്ന തരത്തിലാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. പക്ഷേ അതിനൊന്നും പോലീസ് കൃത്യമായ മറുപടി ആ വിമർശനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നില്ല. പിന്നീട് അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥരെ മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിലാണ് പൂങ്കുഴലിക്ക് അന്വേഷണത്തിന് ചുമതല ലഭിക്കുന്നത്. പൂങ്കുഴലി നേരിട്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും, അതായത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.